തലപതി വിജയ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് വിജയുടെയും സംഗീതയുടെയും ഡിവോഴ്സിൻ്റെ കേസ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ ഈ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണോ? അതായത് സംഗീത വിജയ്ക്ക് അയച്ചൊരു ലീഗൽ നോട്ടീസ് ഉണ്ട്. അത് സംഗീതയുടെ ഫോട്ടോ, പെറ്റീഷണറിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ വന്നിരിക്കുന്നതാണ്, അതായത് ഹൈക്കോർട്ടിൽ നിന്ന്, അതായത് ഇതേപോലെ കോർട്ടിൽ നിന്ന് ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്ന സമയത്ത് ഒരിക്കലും പെറ്റീഷണറിൻ്റെ ഫോട്ടോ വെക്കത്തില്ല. അപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇതാണെന്നാണ് അവർ പറയുന്നത്, അതായത് ഫേക്ക് അലിഗേഷൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് 2021 ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് അക്യൂസേഷനിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മുടെ ട്രിഷയാണ്. അത് ട്രിഷയും വിജയും, അതായത് ഇവർ തമ്മിലൊരു അവിഹിതമുണ്ട്. അതായത് ഈ അവിഹിതം വിജയുടെ ഭാര്യ കൈയോടെ പൊക്കി എന്നിട്ടാണ് പറയുന്നത്. ഇത് കൈയോടെ പൊക്കിയതിന് ശേഷം വിജയോട് പറഞ്ഞപ്പോഴത്തേക്കും വിജയ് പറഞ്ഞു ഈ സാധനം പരിപാടി നിർത്തിയേക്കാന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഈ പരിപാടി തുടർന്നു. അങ്ങനെയാണ് ഈ പുള്ളിക്കാരി റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു പിക്ചർ എല്ലാവരും കണ്ടുവച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാണ്, എനിക്ക് ഒറ്റൊരു ചോദ്യമുള്ളൂ, ഇത് എന്തുകൊണ്ട് 2026 പൊക്കിക്കൊണ്ട് വന്നു? അതാണ് എൻ്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. എന്ന് വെച്ചാൽ ഇത് 2021 നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ വിജയും ട്രിഷയുടെയും ഈ ഇഷ്യൂ ആണ്. മെയിനായിട്ടുള്ള ഒരു നടീന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രിഷ എന്ന് പറഞ്ഞ പേര് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, അതായത് വിജയുടെ കൂടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ട്രിഷയാണ്. അതുകൊണ്ട് എല്ലാവർക്കും മിക്ക ഫോട്ടോസും പങ്കുവച്ചിരിക്കുന്നത് ട്രിഷയുടെ കൂടെയാണ്. കുറേ ലീക്ഡ് ഫോട്ടോസ് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതും ട്രിഷയുടെ ഒപ്പമാണ്. അങ്ങനെയാണ് ട്രിഷ എന്ന് പറഞ്ഞത് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഈ 2021 നടന്നൊരു കാര്യം 2022, 2023, 2024, 2025 4 വർഷമായിട്ട് ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ലീഗലായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വിജയോട് നേരത്തെ ഇവർ പറഞ്ഞു, അതായത് പുള്ളിക്കാരൻ്റെ വൈഫ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു അത് ഇതേപോലത്തെ റിലേഷൻ സ്റ്റോപ്പ് ചെയ്യണം നേരത്തെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത് എഗ്രി ചെയ്തു. ആ ഒരു ഇത് റെസ്പെക്ട് ചെയ്ത് പുള്ളിക്കാരൻ നിർത്തിക്കോളാന്ന് പറഞ്ഞു, കൈയോടെ പൊക്കി. അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ പെറ്റീഷനിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലിയോ എന്ന് പറഞ്ഞ പടം, ഒരു ബുദ്ധിയുള്ള നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. അതായത് ലിയോ എന്ന് പറഞ്ഞ 2024 തോന്നുന്നു ഇറങ്ങിയത്. 2024 ലിയോ എന്ന് പറഞ്ഞ പടം, അതിൻ്റെ അകത്തൊരു ലിപ് ലോക്ക് സീനുണ്ട് വിജയും ട്രിഷയും തമ്മിൽ. അങ്ങനെയാണെങ്കിൽ ആ സീൻ വിജയ് എടുക്കുമോ? അത് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. എനിക്ക് ചെറിയായിട്ടൊന്നും പറയാനുള്ളൂ, അതായത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. 2021 ഇതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്ന് പുള്ളിക്കാരൻ ഇതേപോലത്തെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. 2024 പുള്ളിക്കാരിക്ക് അറിയാം, ഈ 2021 തൊട്ടേ അറിയാം. അപ്പോൾ 2024 ഇറങ്ങിയ ലിയോ എന്ന് പറഞ്ഞ പടത്തിൽ ഈ ലിപ് ലോക്ക് സീനുണ്ട്. ഓക്കെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായി. 2025 ഗോട്ട് എന്ന് പറഞ്ഞ മൂവിയിലും വിജയ് മറ്റേ ക്യാമിയോ റോൾ, അതായത് മറ്റേ ഒരു ഐറ്റം ഡാൻസിനായിട്ട് ട്രിഷ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഏതൊരു നടനാണെങ്കിലും അത് എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ലിയോയിൽ മറ്റേ ലിപ് ലോക്സിങ് വരുന്ന സമയത്ത് ഏതൊരു നടനും പറയും അത് എനിക്കിങ്ങനെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലേ പറയത്തുള്ളൂ. കൂടെ അഭിനയിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ ലിപ് ലോക്സിങ് വരുന്ന സമയത്ത് ആരാണെങ്കിലും ഇത് ചെയ്യുമോ? അതായത് ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞു ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ചെയ്യുമോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കാര്യമായിട്ടൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളി ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിജയ് നിൽക്കുന്ന പാർട്ടി എന്ന് വെച്ചാൽ TVK എന്ന് പറഞ്ഞ പാർട്ടിയാണ്. വിജയന് മെയിനായിട്ട് ഇപ്പോൾ ഒപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് വെച്ചാൽ DMK എന്ന് പറഞ്ഞ പാർട്ടിയാണ്. വിജയുടെ വൈഫിനും ഈ DMKക്കും നല്ല റിലേഷൻ ഉണ്ടാവും. ഇവരെന്തോ റിലേറ്റീവ്സ് എന്തോ ആണ്. അപ്പോൾ അവർക്ക് വിജയുടെ വൈഫിന് നല്ലൊരു റിലേഷനുണ്ട്. പിന്നെ അതിനകത്ത് പറയാനുള്ളത് ഇവരയച്ച നോട്ടീസ്, ആ ലീഗൽ നോട്ടീസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് പേജ് നമ്പർ 4 11ാമത്തെ പാരഗ്രാഫ്. In April 2021, the petitioner discovered that the respondent was involved in an adulterous relationship with an actress. This caused a deep emotional pain and mental suffering, amounting to betrayal and violation of marital trust. അതായത് 2021 പുള്ളിക്കാരൻ്റെ അവിഹിതം പുള്ളിക്കാരി കൈയോടെ പൊക്കിയിട്ടുണ്ട്. കൈയോടെ പൊക്കി പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ വിശ്വാസത അതൊക്കെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അയച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ വേറൊരു ഇതുണ്ട്, 12ാമത്തെ പോയിന്റ്, അതായത് പേജ് നമ്പർ 4 തന്നെ 12ാമത്തെ പോയിന്റ്. Initially accused that he would end the relationship, he continued the adulterous association with the remorse, subjecting the petitioner to prolonged mental cruelty. അതായത് പുള്ളിക്കാരൻ വിജയ് എന്ന് പറഞ്ഞ ആൾ ഇതോടെ പുള്ളിക്കാരൻ്റെ ഭാര്യയെ കൈയോടെ പൊക്കി. അതിനുശേഷം പുള്ളിക്കാരി ഇതായിട്ട് സംസാരിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ റിലേഷൻഷിപ്പ് പുള്ളിക്കാരൻ നിർത്തിക്കോളാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ പ്രോമിസ് കൊടുത്തതിന് ശേഷവും പുള്ളിക്കാരൻ ഇതേപോലെ ആ ആക്ട്രസുമായിട്ട് പിന്നെയും പുറകെ നടക്കുന്നുണ്ടായിരുന്നെന്നാണ് ഈ പുള്ളിക്കാരി ഈ പെറ്റീഷനിൽ പറയുന്നത്. പിന്നെ പേജ് നമ്പർ 5 16ാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് വായിക്കാം. The respondent continued to travel abroad and attend public events with the said actress. The actress regularly posted photographs of this outing on social media.
The respondent neither denied nor objected to this post, thereby tacitly endorsing them. This post, widely circulated, caused repeated humiliation to the petitioner and the children. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ ഇൻസിഡൻറ്റിന് ശേഷം ഈ പുള്ളിക്കാരിയായിട്ട് പല സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്, അബ്രോഡിലും മറ്റേ പല ഇവൻറ്റ്സിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് മറ്റേ ആക്ട്രസ്സാണ് പബ്ലിഷ് ചെയ്തത്. അങ്ങനെ ഈ ഒരു പെറ്റീഷൻ വന്നപ്പോഴാണ് ഈ ഒരു പോയിന്റിലാണ് എല്ലാവരും പിടിച്ചത്, ഇത് ആരാന്ന് പിടിച്ചത്. അതായത് ട്രിഷയാണ് മറ്റേ വിജയുടെ ബർത്ത്ഡേ ആവുന്ന സമയത്ത് മറ്റേ ലിയോയുടെ സക്സസ്സിന് ആ സമയത്ത് ഓരോരോ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഒരു എലിവേറ്ററിലായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ആ ഫോട്ടോയും ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം വിജയുടെ മകൻ വിജയനെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു വിജയുടെ മോൻ്റെ ഇത്, വിജയ് ഫോളോ ചെയ്യുന്നുണ്ട്, വിജയും ഫോളോ ചെയ്യുന്നില്ല, വിജയുടെ മോൻ്റെ ഇതൊന്നും ഞാൻ നോക്കിയായിരുന്നു. വിജയുടെ മോനും ഇപ്പോൾ അൺഫോളോ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഫോളോയിങ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ മോനും അൺഫോളോ ചെയ്തു. അപ്പോൾ ഇത് ഫേക്കാന്ന് പറയുന്നത് എനിക്കൊക്കെ ഫേക്കാന്ന് തോന്നുന്നില്ല. അതായത് ഈ ഡിവോഴ്സിൻ്റെ ഈ കേസ് പുള്ളിക്കാരി ഇത് ഫയൽ ചെയ്തത് ഫേക്കാന്ന് തോന്നുന്നില്ല, എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞത് 20-ാം തീയതി, അതായത് ഈ മാസം മാർച്ച് 20-ാം തീയതിയാണ് ഇവരുടെ അടുത്ത് രണ്ടുപേർത്തും കോർട്ടിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നടത്തുന്നത്. അതായത് ഇവർ വ്യക്തമായി, അതായത് മറ്റേ ഈ സംഗീത എന്ന് പറഞ്ഞ പെറ്റീഷണർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് ഭയങ്കര ഒരു പബ്ലിക്കിനോട് ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ കാര്യം, അതായത് എന്താ നടന്നതെന്ന് ഭയങ്കര സീക്രട്ടായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്കൊരു ക്ലോസ്ഡ് ചേംബർ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ കോർട്ടിൽ മറ്റേ ജഡ്ജും ഈ രണ്ടുപേരും പിന്നെ കേൾക്കാനുള്ള ഇതും അഡ്വക്കേറ്റ്സ് മാത്രമേ വേറെ ആരും പാടില്ല. അതുകൊണ്ടൊരു ക്ലോസ്ഡ് ഇതിൽ വെക്കണമെന്ന് പറഞ്ഞു. അത് ഓപ്പണായിട്ട് വെച്ച് ഇത് ഭയങ്കരമായിട്ട് പബ്ലിഷ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് താല്പര്യമെന്ന് പുള്ളിക്കാരി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിഷയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വിജയുടെ ഒരു ലക്കി കോംബോ തന്നെയാണ് ട്രിഷ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയും ട്രിഷയും അഭിനയിച്ച ഓൾമോസ്റ്റ് മിക്ക പടവും ഹിറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുശേഷം ട്രിഷ വർഷങ്ങൾക്ക് ശേഷമാണ് വിജയുടെ കൂടെ ഒരു പടം നടക്കുന്നത്. അതായത് ഗില്ലി, അങ്ങനെ കുറേ സൂപ്പർ ഹിറ്റ് പടങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം അടുത്തൊരു പടമാണ് ലിയോ, അതും നല്ല സൂപ്പർ ഹിറ്റ് പടമായിരുന്നു. അതിനുശേഷം ഒരു ക്യാമിയ പോലെ ഗോട്ടിലും വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ ഇതിനൊക്കെ പുള്ളിക്കാരി ചെറിയ പുള്ളിക്കാരിയുടെ ഫോട്ടോഗ്രാഫ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ഉണ്ട്. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. ഈ വിജയ്ക്ക് 2026 ഭയങ്കര കഷ്ടകാല സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യം ഈ 2020 പൊളിറ്റിക്സിലോട്ട് കയറുന്ന സമയത്ത്, അതായത് ഈ പാർട്ടിയുടെ മാനാടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കരിപ്പൂർ ഇഷ്യൂ വന്ന് പുള്ളിക്കാരൻ കുറേ പെട്ടു. അതിനുശേഷം കുറേ ഇൻകം ടാക്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിനുശേഷം പുള്ളിക്കാരൻ്റെ ജനനായകൻ എന്ന് പറഞ്ഞൊരു പടം, അതായത് മറ്റേ നമ്മുടെ ജയ് ബല്ലയ്യയുടെ അതേ റീമേക്ക്, ഒരു മാറ്റവും ഇല്ല, ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. അതേ റീമേക്കായിട്ടുള്ള ജനനായകൻ എന്ന് പറഞ്ഞ പടം. അതിനകത്ത് മറ്റേതിനകത്ത് കേസരി എന്ന ആ സിനിമയുടെ പേര്, റീമേക്ക് എന്ന് പറഞ്ഞാൽ കേസരി എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ജനനായകൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മറ്റേ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സിമിലർ പടം, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിന് സെൻസർ ബോർഡ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ട്. അത് സെൻസർ ബോർഡ് ഇത് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആർമിയുടെ ലോഗോസും ചില നമ്മുടെ നാഷണൽ സെക്യൂരിറ്റീസിലെ ലോഗോസൊക്കെ തെറ്റായ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റീസിന് തെറ്റായ രീതിയിലാണ്, പിന്നെ വേറെ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെയാണ് കാണിക്കുന്നത്. ആദ്യം ഇതിന് U/A സർട്ടിഫിക്കേഷൻ കൊടുത്ത് മറ്റേ സെൻസർ ബോർഡുകാർ അവർ കൊടുത്താണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിനുശേഷം ആ സെൻസർ ബോർഡിലുള്ള ഒരാൾക്ക്, അത് 5 പേര് ചേർന്നാണ് ഇത് റിവ്യൂ ചെയ്തത്, പടം റിവ്യൂ ചെയ്ത് U/A കൊടുത്തത്. അതിനുശേഷം U/A കൊടുത്തതിന് ശേഷം ഇതിൽ ഒരാൾക്ക് അത് വീണ്ടും റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ആ റിവ്യൂ ചെയ്തതിന് ശേഷം അത് ശരിക്കും പറഞ്ഞാൽ U/A കൊടുക്കാൻ പാടില്ല, അതിന് കുറേ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ തമ്മിൽ ലീഗൽ കേസ് എടുത്തു, സുപ്രീം കോർട്ട് വരെ പോയി, നടക്കൂല, മറ്റേ സെൻസർ ബോർഡ് പറയുന്ന പോലെ കേട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ആ പടം പെട്ടിയിൽ തന്നെ നിൽക്കുകയാണ്. ജാനുവരി 18-ാം തീയതിയോ എങ്ങാണ്ട് ഇറങ്ങാണ്ടിരുന്ന പടമാണ്, അത് 23-ാം തീയതി ആക്കി. അങ്ങനെ പറഞ്ഞാൽ മാറി 22-ാം തീയതി ആയി, അങ്ങനെ മാറി ഫെബ്രുവരി ആയിരുന്നു. ഫെബ്രുവരിയിൽ നിന്ന് മാറി ഇപ്പോൾ മാർച്ച് എത്തിയിട്ട് ഇപ്പോൾ ആ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റും ഇല്ല. ഇനി എനിക്ക് തോന്നുന്നില്ല ആ പടം ഇനി ഉടനെ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ 2026 ഇനി ഇലക്ഷൻ വരാൻ പോവാണ്. ഇനി ആ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടേ ഇനി പണ്ടിറങ്ങാണ്ട് ഈ പടമൊക്കെ ഇറക്കി വിടുകയുള്ളൂ തോന്നും. പിന്നെ പോരാത്തതിന് ഈ ഇഷ്യൂവും കൂടെ വന്നപ്പോഴത്തേക്കും വിജയ് ഇപ്പോൾ ആകെ കൂടെ പെട്ടിരിക്കുകയാണ്. പിന്നെ ട്രിഷയ്ക്കെതിരെ ഒരു BJP നേതാവ്, അതായത് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അതായത് വിജയനെ ട്രിഷയുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം, എപ്പോഴും വിജയുടെ കൂടെ നടക്കരുത്, വിജയനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായി ട്രിഷ ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതേപോലത്തെ പരിപാടി ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടീസിനും അതായത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുമില്ല, ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻവോൾവ് അല്ല, അപ്പോൾ എന്നെ ഇതിനെ വെറുതെ വലിച്ചെറിച്ച് കഴിഞ്ഞാൽ ഞാൻ ലീഗലായിട്ട് പോകും, പുള്ളിക്കാരി ലീഗലായിട്ട് കേസിന് പോകുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ BJP നേതാവ് മാപ്പ് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഈ വിജയുടെയും ട്രിഷയുടെയും ഈ കേസ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചാ വിഷയമുള്ള ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പങ്കുവെച്ചൊരു ഫോട്ടോസ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ട്രിഷ പങ്കുവെച്ച കുറേ ഫോട്ടോസാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സംഗീത ഈ പെറ്റീഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ അബ്രോഡിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ പുറത്ത് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
അതിനുശേഷം ഒരു ഫോട്ടോ, അത് ഞാൻ ആ ട്രിഷയുടെ ആ ഫോട്ടോ ആണ്, ഇത് കുറേ പേര് ഡീകോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കാണിച്ചത്. അത് ട്രിഷയുടെ ഒരു ഫോട്ടോ, അതിന് താഴെ ഒരു ഷൂ കണ്ടോ, ഒരു വെള്ള കളർ ഷൂ കണ്ടോ. ആ ഷൂ വിജയുടെ ഷൂ ആണെന്ന് കണ്ടുപിടിക്കാൻ അധികം സമയം പിടിച്ചു. എന്ന് വെച്ചാൽ ഒരു വേറൊരു CCTV ഫുട്ടേജിൽ ട്രിഷയുടെ കൂടെ വിജയ് നടക്കുന്നുണ്ടായിരുന്നു. ആ നടക്കുന്ന സമയത്ത് ആ വിജയുടെ കാലേ കിടക്കുന്ന അതേ ഷൂ തന്നെയാണ് അപ്പുറത്തും കിടക്കുന്നത്. അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഷൂ കാരണമാണ് വിജയ് പെട്ടുപോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൂ വെച്ചിട്ട് ഈ പോകുന്ന ട്രിഷ എപ്പോഴും പുറത്തോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ആ ട്രാവൽ ചെയ്യുന്ന കൂടുതൽ ട്രിഷയുടെ കൂടുതൽ ഒരാൾ കൊണ്ടെന്ന് കുറേ പേര് പറയുന്നുണ്ട്, റൂമേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ റൂമേഴ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഷൂ കാലിലായിട്ട് ഇപ്പോൾ വന്നിരിക്കുക എന്ന് പറയേണ്ടി വന്നു. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർച്ച് 20 ഇവരുടെ ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വന്ന പാടെ തന്നെ അങ്ങെടുത്ത് ഡിവോഴ്സ് കൊടുക്കും, അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞൊരു കേസ് ലീഗലി മൂവ് ചെയ്ത് വർഷങ്ങളായിട്ട് നീണ്ട് അങ്ങനെ പോകുന്നൊരു കേസാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ വിജയുടെ മോനും വിജയുടെ ഭാര്യയും ഇവരൊക്കെ UK സിറ്റിസനാണ്. വിജയ് അത് ഓൾറെഡി സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ പുറത്ത് പുള്ളിക്കാരി അത്യാവശ്യം പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിജയ് ഇവരെ ഇവിടുന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് അവരെ സെറ്റിൽ ചെയ്യിപ്പിച്ചിരിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാമിലി ഓൾറെഡി UK സിറ്റിസനാണ്, ഇന്ത്യൻ സിറ്റിസൺ അല്ല, UK സിറ്റിസൻസ് ആണ്. പിന്നെ ഈ വിജയുടെ ഇതിൻ്റെ ഒരു ന്യൂസ്, ആ ന്യൂസ് കൂടെ ഒന്ന് കണ്ടേക്കാം. സുരേഷ് ആന്റണി തട്ടിൽ വിവാഹത്തിനാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തുടർന്ന് ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്നും കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങളും മറ്റും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യാപകമായി പ്രചരിച്ചു. തൃഷയും വിജയും തമ്മിൽ പ്രണയത്തിലാണെന്നും വിജയ് സംഗീതയെ ചതിക്കുകയാണെന്നുമാണ് ഇക്കൂട്ടരുടെ വാദം. ദുരന്തങ്ങൾ വിജയെ തേടിയെത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് കരൂർ ദുരന്തം, പിന്നെ അതിനുശേഷം ജനനായകന്റെ റിലീസ്, അനിശ്ചിതത്വം. ഇപ്പോൾ അടുത്ത വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഭാര്യ സംഗീത. 27 വർഷങ്ങൾക്ക് ശേഷം, 99-ലാണ് ഇരുവരും വിവാഹിതരായത്. 27 വർഷങ്ങൾക്ക് ശേഷം വിവാഹ ജീവിതത്തിന് മോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംഗീത ഇത് ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡൾട്ടറി കോസ് എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊരു നടിയുമായി വിജയ്ക്കുള്ള ഒരു ബന്ധം, അത് തന്നെയാണ് ഈ വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നതെന്ന് കൃത്യമായി സംഗീത ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം, അതായത് വിജയുടെ ഈ ഒരു കേസ്, അതായത് ഡിവോഴ്സിൻ്റെ കേസിലെ മെയിൻ കാരണം, അതായത് ഈ നടിയായിട്ടുള്ള, ഈ ആക്ട്രസ് ആയിട്ടുള്ള ഈ ഒരു അവിഹിതം തന്നെയാണെന്നാണ് പുള്ളിക്കാരി തർപ്പിച്ച് പറയുന്നത്. പിന്നെ ഈ ട്രിഷയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ആ പെറ്റീഷനിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ പുള്ളിക്കാരി അബ്രോഡ് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് പുള്ളിക്കാരനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. വിജയനെ കുറിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേറെ ആയില്ല, ട്രിഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈസി ആയിട്ട് ട്രിഷനെ തൂക്കിയതിനു ശേഷം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ജെന്യൂനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഇനി ഡിവോഴ്സിന് വേണ്ടിയിട്ട് കേസ് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ഇനി വക്കീൽ കൊടുത്ത ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല. ഏതാണെന്ന് എനിക്ക് നമുക്ക് 20 തീയതി കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.